ഇന്നത്തെ ക്ലാസ്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഡെറിവേറ്റീവ്സിനെ പറ്റി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ട് വേരിയബിൾസിലുള്ള എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിൾസിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇതിൽ രണ്ട് ടൈപ്പ് വേരിയബിൾസ് ആണുള്ളത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നും പറയും. ഇതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറ്റൊരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു വാല്യൂവിനെ അല്ലെങ്കിൽ വേറൊരു വേരിയബിളിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് വേരിയബിൾസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിൽ ഈ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസാണ്. ഓക്കെ, എക്സും വൈയും വേറെ ആരുടെ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന വാല്യൂസാണ് എക്സ് വൈ എന്ന് പറയുന്നത്. അതേസമയം ഇസഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഈ ഇസഡ് ആരുടെയൊക്കെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഇസഡ് നിൽക്കുന്നത്. അപ്പോൾ ഇസഡ് എന്നത് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ആയിരിക്കും. നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത് ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ബേസിസിലാണ്. അതായത് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യണം. ആ രണ്ട് ടേംസിനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇസഡ് വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇസഡിനെ എക്സ് വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വൈ എന്നുള്ള വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, ദെൻ ഇസഡ് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ് എന്നുള്ള ടേമിനെ, രണ്ടാമത്തെ വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ അങ്ങനെയാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പലാണ് ഡോ എന്നുള്ള സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. ഡോ ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ ബൈ ഡോ വൈ എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. പറയാം, ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റിംഗ് ഇസഡ് എന്നുള്ള ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. താഴെ ഡിനോമിനേറ്റർ ഭാഗത്ത് ഏത് വേരിയബിളാണോ കിടക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ആ വേരിയബിളായിരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇസഡ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ എന്നുള്ള വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റിംഗ് ഇസഡ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും, ടേക്കിംഗ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. കാരണം ഇവിടെ എക്സും വൈയും കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാൻ കാരണം ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഡിഫറൻഷ്യേറ്റിംഗ് ഇസഡ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റൻറ്റ്, ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഈസ് ഡിഫറൻഷ്യേറ്റിംഗ് ഇസഡ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ടേക്കിംഗ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് 3 മാർക്കിൻ്റെ ഇതിന് വരാം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. ഇതിൻ്റെ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതായത് സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, ഫോർത്ത് ഓർഡർ ഉണ്ട്. അപ്പോൾ അത് വരുന്ന ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ പറ്റി അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇന്ന് നാം പറയുന്നത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഏതൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഡോ ഇസഡ് ബൈ ഡോ വൈ. നമ്മുടെ ഫംഗ്ഷൻ ഏത് രീതിയിലാണ്? ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ ആയിരിക്കും. നമുക്കിനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3y ക്യൂബ്. അതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ, എക്സ് ക്യൂബ് പ്ലസ് 3y ക്യൂബ്. ഇസഡ് എന്നത് എക്സ് ക്യൂബ്, ഇസഡ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3y ക്യൂബ്. അതാണ് അവിടുത്തെ ഫംഗ്ഷൻ. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് വേണം, ഡോ ഇസഡ് ബൈ ഡോ വൈ വേണം. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും ആണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യേറ്റിംഗ് ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ബേസിസിൽ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റൻറ്റ്. വൈ എന്നുള്ള വേരിയബിളിനെ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് 3y ക്യൂബ്.
എക്സ് ക്യൂബ് പ്ലസ് 3y ക്യൂബ്. ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3y ക്യൂബ് എന്താണ്? ഓരോ ടേമിനെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്, പാർഷ്യലി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫസ്റ്റ് ടൈം എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബിൻ്റെ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈസ് എൻ എക്സ് റൈസ് ടു n-1 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 3x². ദെൻ പ്ലസ് നെക്സ്റ്റ് ടൈം പറയുന്നത് 3y ക്യൂബ് എന്നാണ്. 3y ക്യൂബിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. സോ 3y ക്യൂബിൽ എക്സ് എന്നുള്ള ടേം ഇല്ല. അപ്പോൾ നമ്മൾ വൈയെ എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്? കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. സോ 3x² പ്ലസ് 0. ഓക്കെ, ദാറ്റ് ഈസ് 3x². ആൻസർ ഈസ് 3x². നൗ ഡോ ഇസഡ് ബൈ ഡോ വൈ. ഡോ ഇസഡ് ബൈ ഡോ വൈ. ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻഷ്യേറ്റിംഗ് ഇസഡ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ടേക്കിംഗ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. അവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് 3y ക്യൂബ്. ഓക്കെ, ദെൻ വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ടൈം എടുക്കുകയാണ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേമിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. സോ 0 പ്ലസ് നെക്സ്റ്റ് ടൈം 3y ക്യൂബാണ്. 3y ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് y ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y² ആണ്. ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്. അപ്പോൾ 3 × 3 9. 9y² എന്ന് വരും. 9y². ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 9y². അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഡോ ഇസഡ് ബൈ ഡോ വൈ, ഈ രണ്ട് വാല്യൂസുമാണ് ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ ഇസഡ് വെർ യു ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2y ക്യൂബ് പ്ലസ് 3z ക്യൂബ് മൈനസ് 6xyz. യു എന്നുണ്ട് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിൽ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ആണ്. അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയായിരുന്നു? എക്സും വൈയും ആയിരുന്നു. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആണ്. ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ തന്നേക്കുന്ന ഫംഗ്ഷൻ ഏതാ? യു ആണ്. അപ്പോൾ യു എന്നതാണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ്. അപ്പോൾ എപ്പോഴും എഫ് തന്നെ തരണം, അല്ലെങ്കിൽ യു ഈക്വൽ ടു അല്ലെങ്കിൽ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ തന്നെ തരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കുന്ന രീതി അനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണെന്ന് നോക്കിയിട്ട് വേണം പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം യു എന്ന് എഴുതുകയാണ്. യു എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് 2y ക്യൂബ് പ്ലസ് 3z ക്യൂബ് മൈനസ് 6xyz. ഓക്കെ, ഇതാണ് യു എന്ന് പറയുന്ന ഗിവൺ ഫംഗ്ഷൻ. ആദ്യം ഡോ യു ബൈ ഡോ എക്സ് വേണം. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്നുള്ള ഫംഗ്ഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടേക്കിംഗ് അതർ വേരിയബിൾസ് കോൺസ്റ്റൻറ്റ്. അതർ വേരിയബിൾസ് ഏതൊക്കെയാണ്? ഇവിടുത്തെ വൈയും ഇസഡും. അപ്പോൾ എക്സ് വെച്ച് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, എക്സിനെ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ വൈ ഇസഡ് എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് യു എന്നുള്ള ഫംഗ്ഷനെ എക്സ് ക്യൂബ് പ്ലസ് 2y ക്യൂബ് പ്ലസ് 3z ക്യൂബ് മൈനസ് 6xyz. ഓക്കെ, അതാണ് യു എന്നുള്ള ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഓരോ ടൈമിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വൈനെയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സോ ഫസ്റ്റ് ടൈം എടുക്കുക. എക്സ് ക്യൂബ്, എക്സ് ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് nx റൈസ് ടു n-1 ആണ്. സോ അത് വെച്ച് 3x² ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ ഡെറിവേറ്റീവ് 3x². അടുത്ത ടൈം എടുക്കുക. 2y ക്യൂബാണ്. 2y ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആവുന്ന സ്ഥിതിക്ക് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 0 ആണ്. സോ 0. ദെൻ പ്ലസ് നെക്സ്റ്റ് ടൈം ഈസ് 3z ക്യൂബാണ്.
3z³ നമ്മൾ ഇസഡിനെ കോൺസ്റ്റൻ്റ് ആക്കിയാണ് വെച്ചേക്കണേ. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ദെൻ മൈനസ് നെക്സ്റ്റ് നോക്കിയാൽ 6xyz ആണ്. എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് yzനെ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. പക്ഷേ അവിടെ എക്സിൻ്റെ വേരിയബിളും ഉണ്ട്. അപ്പോൾ അവിടെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. ബാക്കി 6yz എന്ന് പറയുന്നത് അവിടുത്തെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 6yz × 1 എന്നുള്ള ഫോമിലാണ് അവിടെ വരിക. സോ ദ ആൻസർ ഇസ് 6yz × 1. അത് 1 എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ∂x/∂x എന്ന് തന്നെ ഫോമിൽ വരും. അതായത് 1 ആണ്. ഇനി 6ഉം വൈയും ഇസഡും ഇവിടുത്തെ കോൺസ്റ്റൻസ് ആണ്. പ്രോഡക്റ്റ് ആയിട്ട് വന്ന കാരണമാണ് നമ്മളിതിനെ ഡെറിവേറ്റീവ് 0 ആയിട്ട് എഴുതാത്തത്. പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ വാല്യൂ ആദ്യം എഴുതണം. കോൺസ്റ്റൻ്റ് ആക്കി തന്നെ വിചാരിച്ചിട്ട് 6yz എന്ന് എഴുതണം. ദെൻ ഏത് വേരിയബിൾ വെച്ചാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഓക്കെ, 6yz × 1 എന്ന് വരും. അതായത് 3x² - 6yz എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ∂u/∂x. നൗ ∂u/∂y സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഏതാണ്? ∂u/∂y. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ∂by∂y ഓഫ് x³ + 3y³ + 3z³ - 6xyz. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോ ടൈമിനെയും കറസ്പോണ്ടിങ് വേരിയബിൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആദ്യത്തെ x³ ആണ്. അപ്പോൾ നമ്മൾ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സും ഇസഡും ആയിരിക്കും അവിടുത്തെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക. അപ്പോൾ എക്സും ഇസഡും വരുന്ന ടേംസിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അതനുസരിച്ച് ഡെറിവേറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യം x³ ആണ്. x³ ഡെറിവേറ്റീവ് എന്താണ് ഇവിടെ? വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0. നെക്സ്റ്റ് ടൈം 2y³ ആണ്. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2y³ ഡെറിവേറ്റീവ് വേണം. ഓൾറെഡി 2 ഇവിടെ ഉണ്ട്. y³ ഡെറിവേറ്റീവ് 3y². അപ്പോൾ 3 × 2 6y എന്ന് വിട്ടു ഇവിടുത്തെ ഡെറിവേറ്റീവ് വാല്യൂ. ദെൻ പ്ലസ് 3z³ ആണ്. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇസഡിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 കിട്ടും. ദെൻ മൈനസ് 6xyz ആണ്. 6xyzൽ നമ്മൾ y വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സിനെയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി ആദ്യം മാറ്റേണ്ട വേരിയബിൾസ് ഏതാണ്? 6xz എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്ന കാരണം yയുടെ ഡെറിവേറ്റീവ് ഇവിടെ എന്താണ്? y⁻1 ഉള്ളൂ. d/dx ഓഫ് x⁻n എന്ന n(x⁻n - 1) അല്ലേ. അപ്പോൾ d/dx ഓഫ് y എന്ന് പറയുന്നത് അല്ലെങ്കിൽ ∂y/∂y എന്നുള്ള ഫോമിൽ വരും. അതായത് 1 തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ വന്ന പോലെ തന്നെ. സോ ദ ആൻസർ ഈസ് 6y - 6xz വരും. ഓക്കെ, നൗ ∂u/∂z വേണം. ∂u/∂z വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അന്നേരം ഏതൊക്കെ വേരിയബിൾസ് ആണ് കോൺസ്റ്റൻ്റ്? എക്സും വൈയും അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ∂by∂z ഓഫ് u എന്നത് x³ + 2y³ + 3z³ - 6xyz. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ∂by∂z ആണ്. x³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡെറിവേറ്റീവ് എന്താണ്? കോൺസ്റ്റൻ്റ് ആക്കിയാൽ നമ്മൾ വിചാരിച്ചേക്കുന്നത്. x³ ഡെറിവേറ്റീവ് ഇവിടെ 0. നെക്സ്റ്റ് ടൈം 2y³ ആണ്. 2y³ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0. അഗെയിൻ നെക്സ്റ്റ് 3z³ ആണ് വന്നേക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ്. 3 ഉണ്ട്. z³ ഡെറിവേറ്റീവ് 3z² ആണ്. അപ്പോൾ ആ 3യും ഇവിടുത്തെ 3യും കൂടി 9z² എന്ന് വരും. ദെൻ മൈനസ് 6xyz ആണ് വന്നേക്കുന്നത്. ഇവിടെ 6xyzൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ട ഏതൊക്കെയാണ്? എക്സിനെയും വൈനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓൾറെഡി 6 എന്ന നമ്പർ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ 6xy എന്നുള്ള ടേം ഇവിടെ വരും. 6xy ഇൻറ്റു ഇനി ഇസഡിനെ ഇസഡ് വെച്ച് തന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9z² - 6xy. അപ്പോൾ ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ∂u/∂x, ∂u/∂y, ∂u/∂z. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ഓരോ ടേം ബൈ ടേം ആയിട്ട് ഇങ്ങനെ എടുത്ത് ചോദിക്കാം. ∂u/∂x കാണുക, ∂u/∂y, ∂u/∂z. അല്ലെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നും ചോദിക്കാം. ഓഫ് ദ ഫംഗ്ഷൻ u = എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പം അടുത്ത ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്? ഈ 3ഉം കണ്ടുപിടിക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് u = 2 tan inverse of y/x, 2 tan inverse of y/x,
then prove that x into dou u by dou x plus y into dou u by dou y equal to 0. ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പം ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്ന് മാത്രമല്ല, ഈ രീതിയിലും ഒരു റിലേഷൻ തരും, നമുക്ക് ആ റിലേഷനെ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ആ റിലേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ രീതിയിലും ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ യു എന്നത് 2 tan inverse of y by x ആണ്. ഈ ഒരു റിലേഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സൊല്യൂഷൻ യു എന്നത് ചെയ്ത പോലെ തന്നെ, എന്നിട്ട് യു എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക, ഡോ യു ബൈ ഡോ എക്സ് കാണുക, ഡോ യു ബൈ ഡോ വൈ കാണുക, അതിനെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുക, ഫസ്റ്റ് ഇക്വേഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സെക്കൻഡ് ഇക്വേഷനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന രണ്ട് ഇക്വേഷൻസും നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. യു എന്നത് 2 tan inverse of y by x. ഓക്കെ, tan inverse of y by x. ആദ്യം നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഏതാ വരിക? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2 tan inverse of y by x അല്ലേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2 tan inverse of y by x. നമുക്കറിയാലോ ഡി ബൈ ഡി എക്സ് ഓഫ് tan inverse of x എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് tan inverse of x എന്ന് പറയുന്നത് 1 by 1 plus x square ആണ്. 1 by 1 plus x square. 1 by 1 plus x square ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ tan inverse of എക്സിൻ്റെ പ്ലേസിൽ വന്നേക്കുന്നത് എന്താണ്? tan inverse of എക്സിൻ്റെ പ്ലേസിൽ tan inverse of y by x എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇക്വേഷനിൽ അപ്പോൾ എന്ത് മാറ്റം വരും? 1 by 1 plus y by x ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2 tan inverse of y by x equal to ആ 2 ഓൾറെഡി അവിടെ എഴുതി, 2 into tan inverse of y by x ൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x സ്ക്വയറിൻ്റെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കണം? ഈ y by x എന്നുള്ളത് കൊടുക്കണം. 1 plus y by x ഹോൾ സ്ക്വയർ. 1 plus y by x ഹോൾ സ്ക്വയർ. ഓക്കെ, 1 plus y by x ഹോൾ സ്ക്വയർ. ദെൻ y by എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ ഇവിടെ എഴുതണം. ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. y by എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റിനാണ് ഇവിടെ. അപ്പോൾ y by എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ y by എക്സ് എന്നുള്ള ടൈമിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y എന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ y ഇൻറ്റു 1 by എക്സ് എന്നുള്ള ഫോമിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വൈയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. 1 by എക്സിൻ്റെ ഡെറിവേറ്റീവ് അവിടെ കണ്ടുപിടിക്കണം. 1 by എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് 1 by എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് 1 by എക്സ് എന്ന് പറയുന്നത് -1 by x സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ അതിവിടെ y കോൺസ്റ്റൻ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ y ഉണ്ട്, -1 by x സ്ക്വയർ ആണ് 1 by എക്സിൻ്റെ ഡെറിവേറ്റീവ്. ദെൻ ഓൾറെഡി ഇവിടെ ഒരു y ഉണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ത് വരും? -y by x സ്ക്വയർ എന്നിവിടെ വരും. ഓക്കെ, ന്യൂമറേറ്ററിൽ -y by x സ്ക്വയർ എന്ന് വരും. ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്താൽ -2y ഡിവൈഡഡ് ബൈ ഈ x സ്ക്വയറിനെ എനിക്ക് താഴത്തേക്ക് കൊണ്ടുവരാമല്ലോ അല്ലേ? ഈ ന്യൂമറേറ്ററിൽ ഇവിടെ ഡിവൈഡഡ് ബൈ x സ്ക്വയർ എന്നുള്ള എഴുതിയേക്കുന്നതിനെ ഇനി താഴത്തേക്ക് കൊണ്ടുവരാം. ഇൻറ്റു ഡിനോമിനേറ്ററിൽ എന്താ കിടക്കുന്നത്? 1 plus y by x ഹോൾ സ്ക്വയറിനാണ് കിടക്കുന്നത്. അതിൽ ഞാനിവിടെ LCM എടുക്കുവാണ്. LCM എടുക്കുമ്പോൾ x സ്ക്വയർ എന്നാണ് വരിക ഡിനോമിനേറ്ററിൽ. സോ x സ്ക്വയർ. അപ്പോൾ x സ്ക്വയർ ഇവിടെ ഡിനോമിനേറ്റർ x സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇനി നോക്കിയാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു x സ്ക്വയർ ഉണ്ട്, ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു x സ്ക്വയർ ഉണ്ട്. ഈ x സ്ക്വയർ എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. സോ ദ ആൻസർ വിൽ ബി -2y ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലായി? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് -2y ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കാം അല്ലേ? ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിച്ചാൽ എങ്ങനെയായിരിക്കും? ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 tan inverse of y by x ആണ്. അതിൽ ഡി ബൈ ഡി എക്സ് ഓഫ് tan inverse of x എന്ന് പറഞ്ഞാൽ 1 by 1 plus x സ്ക്വയർ ആണ്. അപ്പോൾ സെയിം ഈ ഫസ്റ്റ് ടൈം സെയിം തന്നെയാണ്. 1 by 2 ഇൻറ്റു ഓൾറെഡി 2 ഉണ്ട്, 2 ഇൻറ്റു 1 by 1 plus y by x ഹോൾ സ്ക്വയർ.
1/1+x² അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഈ ഫംഗ്ഷനകത്ത് ഈ y/x-ൻ്റെയും കൂടി ഡെറിവേറ്റീവ് ഇവിടെ നമ്മൾ എഴുതണം. y/x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറഞ്ഞാൽ എന്താണ്? y/x-നെ നമ്മൾ എങ്ങനെ എഴുതാം? y × 1/x എന്നുള്ള രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞു. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഏതിനെയാണ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കേണ്ടത്? 1/x-നെയാണ് അവിടെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കേണ്ടത്. y × 1/x എന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1/x-നെയാണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ടത്. സോ 1/x-നെ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി ആദ്യം ഇവിടെ എഴുതി. 1/x ഇൻറ്റു ഇനി വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു 1. ഓക്കെ. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇവിടെ 1/x എന്ന് വരും. ആ എക്സിനെ എനിക്ക് താഴത്തോട്ട് എഴുതാമല്ലോ, ഡിനോമിനേറ്ററായിട്ട് എഴുതാം. 2/x ഇൻറ്റു മുമ്പേ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ LCM എടുക്കാം. സോ ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ x² വരും. ഇവിടുത്തെ 1ൻ്റെ ഡിനോമിനേറ്റർ x² ആക്കാൻ വേണ്ടിയിട്ട് x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ x² + y². ഇനി നോക്കിയാൽ ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x² ഉണ്ട്. രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒരു x വീതം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/x² + y² / x എന്നുള്ള ഫോമിലാണ് അല്ലേ. ഇനി ഈ എക്സിനെ എനിക്ക് ന്യൂമറേറ്ററിലേക്ക് എടുക്കാമല്ലോ. ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2x / x² + y² എന്ന് കിട്ടി. ഓക്കെ. 2x / x² + y². അതെന്താണ്? ∂u/∂y ആണ്. ∂u/∂y എന്ന് പറയുന്നത് 2x / x² + y². ഇതിനെ എനിക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്നോട് ഒരു റിലേഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് റിലേഷൻ ആയിരുന്നു? x × ∂u/∂x + y × ∂u/∂y = 0 എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ∂u/∂x പാർട്ടും ∂u/∂y പാർട്ടും കിട്ടി അല്ലേ. ഇനി ഫസ്റ്റ് ഇക്വേഷനെ, അതായത് ∂u/∂x-ൻ്റെ വാല്യൂവിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ∂u/∂y-നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ടും കൂടെ എന്നിട്ട് ആഡ് ചെയ്യുക. രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണെന്ന് നോക്കാം. എന്താ പറഞ്ഞത്? ഇക്വേഷൻ 1-നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഇക്വേഷൻ 2-നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് x × -2y / x² + y². ഓക്കെ. ദെൻ പ്ലസ് y × 2x / x² + y². അപ്പം മുകളിൽ കിട്ടിയ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇക്വേഷൻ 1 എന്നും 2 എന്നും കൊടുത്തിരുന്ന ഈ രണ്ട് ഇക്വേഷനെ x കൊണ്ടും y കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ പാർട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2xy അല്ലേ. x × -2y ദാറ്റ് ഈസ് -2xy ഡിവൈഡഡ് ബൈ x² + y². ദെൻ പ്ലസ് ഇവിടെ y × 2x ദാറ്റ് ഈസ് 2xy ഡിവൈഡഡ് ബൈ x² + y². നമുക്ക് ഒരു പോസിറ്റീവ് ടൈമും ഒരു നെഗറ്റീവ് ടൈമും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. സോ LHS = എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ LHS = ദിസ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. LHS = RHS എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് റിലേഷൻ തന്നിട്ട് അത് പ്രൂവ് ചെയ്യാനും ചോദിക്കാം. ഓക്കെ.